ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ വ്യക്തി ആരാണ്, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി ആരാണ് നമുക്ക് നോക്കാം. ഈ വ്യക്തി ഭയങ്കര വാശിയുള്ള സ്വഭാവത്തിലുള്ള ആളാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് തോന്നുമ്പോൾ ഇവർ നിങ്ങളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും. ഇവർക്ക് തോന്നാത്തപ്പോൾ ഇവർ നിങ്ങളോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ ഒരു ഫാമിലി മെമ്പറായിട്ടാണ് കാണുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും കാണുന്നത്. ഒരു സമയം നിങ്ങളുമായിട്ട് ഇവരുടെ ആ ഒരു ടേംസ് വളരെ നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ ഇവരുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പാസ്റ്റിൽ അങ്ങനെ എന്തോ സംഭവിച്ചു, അത് കാരണം ഫാമിലിയിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ ആ ഒരു ഈ ഒരു ഫാമിലിയിലുള്ള ആ ഒരു വ്യക്തിയും പരസ്പരം എന്തോ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഒരു ശത്രുതാഭാവം, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ഒരാളെ മറ്റൊരാളെ. അതായത് ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതിലൊക്കെ ഒരു റീകവറി ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ്, അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ആ വ്യക്തിയുമായിട്ട് ബന്ധം വയ്ക്കും. നമ്മുടെ ആ ഒരു പിണക്കമെല്ലാം മാറിയിട്ട് ആ വ്യക്തിയുമായിട്ട് ഒരു നല്ല ബന്ധം വീണ്ടും വയ്ക്കും. അതായത് ഇപ്പോൾ ഡെസ്റ്റിനി ഒരു അവസരം നിങ്ങൾക്ക് തരികയാണ്. അതായത് ആ ബന്ധങ്ങളിലുള്ള ആ ഒരു വിള്ളൽ മാറുന്നതിന് വേണ്ടി ഡെസ്റ്റിനി ഒരു അവസരം നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ലവ് റീഡിംഗ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആ ഒരു സ്ഥിതി അനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആളായിരിക്കാം അത്, ചിലപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരിക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഈ സിറ്റുവേഷൻസ് അല്ലേ, അതനുസരിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണോ മാച്ച് ആവുന്നത് അത് എടുക്കുക. അതായത് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളായിരിക്കാം, നിങ്ങളുടെ ചേട്ടനായിരിക്കാം, നിങ്ങളുടെ ചേച്ചി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ ആയിരിക്കാം. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കാം. അതായത് ഒരു സമയത്ത് ഇവരുമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു താളമേളമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് മോശമായി, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല, ഒരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സമയം ഇവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റും നിങ്ങൾക്ക് അവരോട് റെസ്പെക്റ്റും ബഹുമാനവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സമയമായപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ഒരു ശത്രുതാഭാവമാണ് വച്ചത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സമയം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടുത്ത് ആയിരുന്ന ആ വ്യക്തിയുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അത്രത്തോളം സ്ഥാനം നിങ്ങൾ കൊടുത്തിരുന്നു ആ വ്യക്തിക്ക്. ആ വ്യക്തിയും നിങ്ങൾക്ക് ഒരു സ്ഥാനം അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓർമ്മ അവർക്ക് വരികയാണ്. കാരണം നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം. നിങ്ങൾ ഒരു സമയം നല്ല ബന്ധത്തിൽ പോയവരാണ് നിങ്ങൾ ഹസ്ബൻഡ് വൈഫുമായിട്ട്. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം വന്ന് നിങ്ങൾ അകന്ന് പോയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ആ ഒരു ഓർമ്മ വരികയാണ്. അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള, അതായത് മാരീഡ് ആവാതെ ലവേഴ്സ് ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചിന്ത വയ്ക്കുന്നത്. നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവാം, കുഞ്ഞുങ്ങളുടെ മുഖം ഓർത്തെങ്കിലും എല്ലാം ഒരു നേരെയാക്കാം, എന്നിട്ട് പരസ്പരം ഒന്നായി പോവാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഇവിടെ എന്തായാലും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് അതനുസരിച്ച് ഇതിനെ എടുക്കുക. ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഈ ഒരു ഇത് കാണുന്നത്, അല്ലാത്തവരും കാണുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ ആ ഒരു സമയത്ത് അവർ നല്ല രീതിയിൽ സ്നേഹമായിട്ട് നിന്ന കുറേ കൂട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരികളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ ആരെങ്കിലും ഉണ്ടായിരുന്നു കാണും. അവരോട് വഴക്കിട്ട് പിണങ്ങി മാറിയിരുന്നു. ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാകുന്നു, നിങ്ങൾ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ആയിരിക്കാം. ഇവിടെ എന്തായാലും ഒരു വ്യക്തി ഒരു കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുകയാണ്. കാരണം അവരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ ഈ വ്യക്തി വളരെ വലിയ രീതിയിലാണ് നിങ്ങളോട് തെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു, കുഴപ്പമില്ല, ദൈവം കാണുന്നുണ്ടല്ലോ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ചു. ഇവിടെ ഈ വ്യക്തിക്ക് 3 or 4 അവസരം നിങ്ങൾ കൊടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു അവസരങ്ങളെല്ലാം അവർ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഒരു പ്രാവശ്യം ഇവർ നിങ്ങളോട് തെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ക്ഷമിച്ചു, വീണ്ടും അതേ സെയിം തെറ്റ് ഇവർ ആവർത്തിച്ചു, അപ്പോഴും നിങ്ങൾ ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിച്ച് ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായി ഇവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്.
ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ അധികാരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കി. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല ആ ഒരു കാര്യം. ഇവിടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിങ്ങനെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഒരു തെറ്റും കാണിച്ചില്ല, പക്ഷേ എല്ലാം നേരെയായെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു, അല്ലാതെ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചില്ല ദൈവത്തിനോട്. ഇവിടെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം നേരെയാവണം, പഴയതുപോലെ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അച്ഛനും അമ്മയും വഴക്കിട്ട് പിരിഞ്ഞ് നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം വളരെ വലുതാണ്. ഇവിടെ ആരായാലും, നിങ്ങളുടെ അമ്മയായാലും അച്ഛനായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ള സഹോദരനായാലും സഹോദരിയായാലും അനിയനായാലും അനിയത്തിയായാലും നിങ്ങളുടെ ഹസ്ബൻഡായാലും വൈഫായാലും കുട്ടികളായാലും ആരാണ് നിങ്ങളോട് തെറ്റ് ചെയ്ത് ഇപ്പോൾ പശ്ചാത്തപിക്കുന്നത്, അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു വഴി നേരെയാക്കാൻ കിട്ടിയാൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുത്ത് അത് നേരെയാക്കാനേ ശ്രമിക്കത്തുള്ളൂ, അല്ലാതെ അതിൻ്റെ വഴിക്ക് വിടത്തില്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർക്ക് മനസ്സിലാവുകയാണ്. കാരണം അവർക്ക് ഒറ്റപ്പെടൽ തോന്നുകയാണ്, നിങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന്. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അവർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഫീലാകുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്ഥാനം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി, അതിൻ്റെ വാല്യൂ എന്താണെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കുറവ് ഇവർക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന കാരണം ഇപ്പോൾ ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കാനായിട്ട്. ഇവിടെ ആ വ്യക്തി എല്ലാം പഴയതിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, അതായത് എല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് വ്യക്തി. ഇവിടെ ഈ വ്യക്തിയുടെ പേര് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ ചില സമയം അച്ഛൻ അമ്മമാരോട് കുട്ടികൾ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് സംസാരിക്കും. അത് കാരണം ചിലപ്പോൾ അമ്മയ്ക്കും അച്ഛനും പേടിയാണ് ഇവരോട് ഏത് രീതി സംസാരിക്കും. ഇവർ എന്നോട് സംസാരിക്കുന്ന രീതി എനിക്ക് തന്നെ പേടിയാവുകയാണ്. അതുകൊണ്ട് അവർക്കും ഇവരോട് സംസാരിക്കാൻ പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അമ്മയ്ക്കും അച്ഛനും ഒരു ഡിസ്റ്റൻസ് മക്കളുടെ അടുത്തൊന്നും ഉണ്ടാവും. അപ്പോൾ ആ ഒരു മക്കൾക്കും ഒരു കുറ്റബോധം തോന്നും, ഞാൻ കാണിച്ച തെറ്റായിപ്പോയി അമ്മയോടോ അച്ഛനോടോ, ഞാൻ അങ്ങനെ ഒരിടത്ത് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾ നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞ വാക്ക് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി നിങ്ങൾ അവരോടൊപ്പം മിണ്ടാതിരിക്കുകയാണ് എങ്കിലോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് അവരോട് പറഞ്ഞ വാക്ക് അവർക്ക് വിഷമമായി അവരങ്ങനെ പിണങ്ങിയിരിക്കുകയാണെങ്കിലോ എന്തായാലും ഒരു വ്യക്തി അത്രമാത്രം നിങ്ങളെ കുറിച്ച് ചിന്തിക്കും, നിങ്ങളുടെ കുറവ് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആകുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പെയിൻ എന്താണെന്ന് എനിക്ക് അറിയാം. നിങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഇവിടെ സമയത്തിൻ്റെ ആ ഒരു പ്രഭാവം കാരണമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു പ്രഭാവം കാരണമോ അങ്ങനെ സംഭവിച്ചു അന്ന്. പക്ഷേ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇവിടെ നല്ല ഒരു സാഹചര്യം ആയിരുന്നു, കുടുംബ സാഹചര്യമായിരുന്നു അത്. പക്ഷേ നമ്മുടെ ആ ഒരു ചെറിയ തെറ്റ് കാരണം ആ ഒരു നല്ല സന്തോഷമായിട്ടുള്ള കുടുംബ സാഹചര്യത്തിനെ നമ്മൾ തന്നെ ഇല്ലാതാക്കി എന്നുള്ള ഒരു പശ്ചാത്താപം അവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം വച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മോശം സാഹചര്യം വന്നാലും അതിനെ എങ്ങനെയായാലും നിങ്ങൾക്ക് ഫേവറാക്കി മാറ്റണം എന്നുള്ള ചിന്താഗതിയിലുള്ള ആളാണ്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ, എന്തായാലും എനിക്കും ഈ ഒരു സാഹചര്യത്തെ എനിക്ക് ഫേവറാക്കി മാറ്റണം, എനിക്ക് അവരുമായിട്ട് സംസാരിക്കണം, അവരെ അത്രമാത്രം ഞാൻ മിസ് ചെയ്യുന്നു, അങ്ങനെ ഒരു തോന്നൽ ഇവർക്കും വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ എവിടെയാണോ കൂടുതലായിട്ട് വരുന്ന സ്ഥലം അവിടെ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എവിടെയെങ്കിലും മാരേജിനോ അല്ലെങ്കിൽ അമ്പലത്തിലോ ഏറ്റവും കൂടുതൽ നിങ്ങൾ വരുന്ന സ്ഥലം ഈ വ്യക്തിക്ക് അറിയാം, അവിടെ നിങ്ങളെ കാണാൻ വരും ഇവർ. ഇവിടെ എന്തായാലും ഈ ഒരു സമയം അവർ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അവർ. ഇവിടെ സമയത്തിൻ്റെ ആ ഒരു ഇത് കാരണം നിങ്ങളോട് അവർ തെറ്റ് ചെയ്തു, പക്ഷേ ഇപ്പോഴാണ് അവർക്ക് ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ഗിൽറ്റ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട് എങ്കിൽ നിങ്ങൾ ആരോടും ഒരു അതായത് നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഭാഗത്താണ് ശരി, നിങ്ങൾ നല്ലതാണ് ചെയ്തത്, മോശമല്ല ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരിടത്തും താഴാൻ പോകണ്ട. ഇവിടെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളുടെ ഭാഗത്താണ് ശരി, ഇവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവരോട് അങ്ങോട്ട് സംസാരിച്ച്, ഞാൻ ഈ റീഡിങ് ഇട്ടില്ല അതിന് ശേഷം കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കുക, അവരിങ്ങോട്ട് വന്ന് സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കാൻ പാടില്ല. അവരിങ്ങോട്ട് വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സംസാരിക്കുക. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുള്ള ആ ഒരു ശരി അത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആരുടെ മുമ്പിലും താഴാൻ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു വാല്യൂ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ വാല്യൂ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഇവിടെ എന്തായാലും നിങ്ങളെ ഇവർ എത്രമാത്രം വേദനിപ്പിച്ചു അതിനപ്പുറം ഇപ്പോൾ ഇവർ വേദനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു കരയുന്ന ആ ഒരു മുഖം അവരുടെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ലിമിറ്റ് എന്താണെന്ന് ഇവർക്കറിയാം. ആ ലിമിറ്റ് ക്രോസ് ചെയ്താണ് ഇവർ നിങ്ങളെ വിഷമിപ്പിച്ചത്. ഇവിടെ ബന്ധങ്ങളിൽ റിക്കവറി ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കുറവ് മനസ്സിലായിരിക്കുകയാണ്. നിങ്ങളുടെ ആ വാല്യൂ എന്താണെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഒരു പുതിയ തുടക്കം ഇവരുമായിട്ട് വീണ്ടും തുടങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരിക്കലും നിങ്ങളെ ഇവർ അപമാനിക്കത്തില്ല ഇനി അങ്ങോട്ട്. കാരണം നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഒരിക്കലും അവർ നിങ്ങളെ അപമാനിക്കത്തില്ല. ഇവിടെ ഇവർ നിങ്ങളുടെ മുന്നിൽ കരയാതെ ഇവരുടെ ആ ഒരു കൺട്രോളിൽ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ മിണ്ടാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ കുറച്ചൊന്ന് അങ്ങോട്ട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ തന്നെ ഇവർ പൊട്ടിക്കരയുകയും ചെയ്യും. അങ്ങനെ പൊട്ടിക്കരയുമ്പോൾ അവർക്കൊരു ഹീലിംഗ് കൊടുക്കുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ കരയാൻ മടിയായിരിക്കാം. അതുകൊണ്ട് നിങ്ങളോടൊന്നും സംസാരിക്കാതെ മിണ്ടാതിരിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് അവരോട് സംസാരിക്കുക. ഇവിടെ നിങ്ങൾ അവരുടെ ആ ഒരു ചുമതിൽ തൊട്ടിട്ട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ തന്നെ അവർ പൊട്ടിക്കരഞ്ഞ് അവരുടെ വിഷമങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹീലിങ്ങിൽ അവർക്ക് അവരുടെ ആ ഒരു വിഷമങ്ങളെല്ലാം റിലീസാക്കി കളയാൻ സാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആളെ തിരികെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിച്ചതുപോലെ തോന്നും. അതായത് നഷ്ടപ്പെട്ടു പോയ സന്തോഷം നിങ്ങൾക്ക് തിരികെ ലഭിച്ചതുപോലെ തോന്നും. ഇവിടെ പാസ്റ്റിൽ മിക്കവരുടെയും ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നിങ്ങളുടെ വീട്ടിലും ചുറ്റുമുള്ള ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കിയേ, വളരെ മോശ അവസ്ഥയിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോയത്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് തകർന്ന ആ ഒരു ഇത് നല്ല രീതിയിൽ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് കുടുംബങ്ങളിൽ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ബന്ധം ജോയിൻ്റ് ആയിട്ട് നല്ലൊരു കുടുംബജീവിതം അവർ നയിക്കുന്നതായിട്ട് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ബന്ധങ്ങളിലുള്ള വിള്ളൽ മാറി ആ ബന്ധം കൂടുതൽ ശക്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയം മാറിയപ്പോൾ നിങ്ങളുടെ വാല്യൂവും കൂടി. അതായത് നിങ്ങളില്ലാതെ അവരുടെ ജീവിതം വ്യർത്ഥമാണ്, നിങ്ങൾ വേണം ഇവരുടെ ലൈഫിൽ എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായി. അങ്ങനെ നിങ്ങളുടെ വാല്യൂ കൂടിയപ്പോൾ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ആയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് സമയത്തിൻ്റെ പ്രഭാവം. ഇന്നലെ സമയം നിങ്ങൾക്ക് മോശമായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സമയം നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ഹീൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കുകയാണ്. അതായത് നിങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം മരണത്തിന് തുല്യമാണ് എന്ന് അവർക്ക് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ അവരുടെ ആ ഒരു ജീവിതം സ്വപ്നം സന്തോഷഭരിതമാവുകയുള്ളൂ. ഇവിടെ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഭയങ്കരമായിട്ട് വാശിയിലാണുള്ളത്. എന്തായാലും എനിക്ക് അവരോട് സംസാരിക്കണം, എൻ്റെ വിഷമം പറയണം എന്നുള്ള വാശിയിൽ. ഇവിടെ വാശിയും ഒരു വിഷമവും എല്ലാം കൂടെ ഉള്ള അവസ്ഥയിലാണ് ഇവരുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിങ്ങളെ കാണണം എന്നുള്ള ആ ഒരു ഇതാണ് ഇവർക്കുള്ളത്, സംസാരിക്കണം നിങ്ങളോടെന്ന്.
ഇവിടെ നിങ്ങളോട് ഇവർ പറയും നിങ്ങളെ കാണണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സമ്മതിക്കത്തില്ല. എങ്കിൽ പോലും ഇവർ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ദേഷ്യത്തെ എങ്ങനെ ശാന്തമാക്കാം എന്നുള്ള രീതിയിൽ ഇവർ പല പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആദ്യമെല്ലാം ദേഷ്യമായിരിക്കുമല്ലോ ഇവരോട്. അപ്പോൾ ആ ദേഷ്യം എങ്ങനെ ശാന്തമാക്കാം എന്നൊക്കെ ഇവർ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് വളരെ നല്ല ഒരു ഭാവമാണ് ഉള്ളത്. ഒത്തിരി റെസ്പെക്റ്റും എല്ലാം നിങ്ങളോട് ഇപ്പോഴും ഇവർക്കുണ്ട്. പക്ഷേ കുറച്ച് ഡിസ്റെസ്പെക്റ്റ് ഇവർ സമയത്തിനനുസരിച്ച് നിങ്ങളോട് ചെയ്തു. പക്ഷേ ഇനി ഇവർ ചെയ്യത്തില്ല അങ്ങനെ. ഇവിടെ ഇവർ നിങ്ങളോട് കാണിച്ച ആ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പോലെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ഡിസർവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നിങ്ങൾ ചിലപ്പോൾ മറന്നേക്കാം ആ ഒരു കാര്യം. പക്ഷേ ഇവർ ഒരിക്കലും അത് മറക്കത്തില്ല. കാരണം നിങ്ങളോട് കാണിച്ച തെറ്റാണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ്. ഇവിടെ എന്തായാലും ഇവർ ഭയങ്കരമായിട്ട് ഗിൽറ്റിലാണ് ഉള്ളതിപ്പോൾ. ഇവർ നിങ്ങളെ എത്ര നിങ്ങൾ ദേഷ്യപ്പെട്ടിരുന്നാലും നിങ്ങളെ ഇവർ സമാധാനിപ്പിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനൊരു ടാർഗറ്റ് ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ കാറ്റ് വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ കൂടെ ഇവരുടെ വിലപ്പെട്ട ഒരു വസ്തുവും കൂടെ കൊണ്ടുപോയി. ആ ഒരു വിലപ്പെട്ട വസ്തു നിങ്ങളാണ്. അത് ഇവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഇവർക്ക് ഒരു ഡൗട്ടോ ഒന്നും തന്നെ ഇല്ല. എല്ലാ സ്ഥലത്തും നിങ്ങളുടെ മുഖം മാത്രമാണ് ഇവർക്ക് ഓർമ്മ വരുന്നത്. കാരണം നിങ്ങളോട് ഇവർ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഇവർക്ക്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമായിരിക്കാം. നിങ്ങൾ അവരെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ നമ്പർ സഹിതം ബ്ലോക്കാക്കി വച്ചേക്കുന്നതായിരിക്കാം. ഇവിടെ വേറൊരു വ്യക്തി മുഖേന ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഇവർക്ക് നിങ്ങളെ കാണണമെന്ന്. അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഇവരെ കാണണ്ട, എനിക്ക് ഒരു താല്പര്യവുമില്ല ഇവരെ കാണാനെന്ന്. എന്നിട്ടും ഇവർ വീണ്ടും വാശിയോടെ നിങ്ങളെ കണ്ടേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ബന്ധങ്ങളിലൊരു വാശി ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഏതറ്റം വരെ പോയാലും എനിക്ക് സ്വന്തമാക്കണം എൻ്റെ പേഴ്സണെ എന്നുള്ള തോന്നൽ വരുമല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു ഭാവം നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എത്ര ബന്ധം തകർന്നാലും വീണ്ടും അത് ഒന്നു ചേരാനുള്ള ഒരു വഴി ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകും. ഇവിടെ ഇവർക്ക് ഇത്ര ഗിൽറ്റ് വരാൻ കാരണം നിങ്ങളോട് ഇവർ ഒത്തിരി കള്ളം പറഞ്ഞു. അതായത് ഒത്തിരി ചതിച്ചു നിങ്ങളെ ഇവർ. ഇവരുടെ ഭാഗത്തുനിന്ന് ചതിയും എല്ലാം ഉണ്ടായിട്ട് പോലും ഇവർ തെറ്റുകാരാക്കി പറഞ്ഞ നിങ്ങളെയാണ്. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, നിങ്ങളാണ് എല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങൾക്ക് മനസ്സിലായി ഇവരാണ് നിങ്ങളെ ചതിച്ചത്. എന്നിട്ടും നിങ്ങളെയാണ് ഇവർ തെറ്റുകാരാക്കി മാറ്റിയത്. അതായത് ആ ഒരു സമയം ശരിയേത് തെറ്റേതെന്നുള്ള കാര്യം ഇവർ മറന്നുപോയി. അതാണ് അങ്ങനെ അന്ന് ആ ഒരു സമയം ഇവർ നിങ്ങളോട് പെരുമാറിയത്. ഇപ്പോൾ ഇവർക്ക് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവർ പശ്ചാത്തപിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നിങ്ങൾക്ക് ഇവരുടെ പല കള്ളത്തനവും അറിയത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് ഒത്തിരി കള്ളങ്ങൾ നിങ്ങളോട് ഇവർ കാണിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അതിൽ പകുതിയോളം ഇപ്പോഴും നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും നിങ്ങളോട് എന്തിന് ഞാൻ ഇങ്ങനെ കള്ളം പറഞ്ഞു, എന്തിന് നിങ്ങളെ ചതിച്ചു, ഞാൻ ചെയ്തത് വളരെ തെറ്റായി പോയില്ലേ എന്നുള്ള രീതിയിൽ സ്വയം അയാളോട് തന്നെ അയാൾക്ക് ദേഷ്യം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളോട് കാണിച്ച ആ ഒരു തെറ്റ് ആലോചിച്ച് സ്വയം ഇവരുടെ മേൽ ശിക്ഷ ഇവർ ചെയ്തതായിട്ടും കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞു പോയ സമയങ്ങളിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളർ ബ്ലാക്ക് ആയിരുന്നു. കാരണം ബ്ലാക്ക് കളർ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി കൂടുതലുണ്ടായിരുന്നു. ഇവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇവരുടെ ശരീരം മാത്രമാണ് ഇവിടെ ഉള്ളത്, ആത്മാവ് വേറെ ആരുടെയാണ്. ആ രീതിയിൽ നിങ്ങൾ വേറെ ആരോ എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് ഇവർ പല കാര്യങ്ങളും പറഞ്ഞതും പെരുമാറിയതും പ്രവർത്തിച്ചതുമെല്ലാം. അതായത് നിങ്ങൾക്ക് ചില സമയം തോന്നിയിട്ടുണ്ട് ഈ ഒരു വ്യക്തി ആരോ ബ്ലാക്ക് മാജിക് ചെയ്ത് വശത്താക്കിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വരെ നിങ്ങൾക്ക് ഫീലായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളോ ഇവരോട് ഭയങ്കര കടുത്തമായിട്ടുള്ള ഒരു വിശ്വാസമാണ് വച്ചത്. പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാണ്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഇവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന്. പക്ഷേ തിരിച്ച് ഇവർ കാണിച്ചത് തെറ്റാണ്.
ഇവിടെ ഇവർ എന്തായാലും നിങ്ങളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കും, നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കും. ഇവർ ചെയ്ത തെറ്റുകളെല്ലാം അംഗീകരിച്ച് നിങ്ങളോട് മാപ്പ് പറയുന്ന കാര്യത്തിലേക്ക് പോകുമോ എന്നറിയത്തില്ല. പക്ഷെ എന്തായാലും നിങ്ങളെ ഏത് രീതിയിലായാലും സമാധാനിപ്പിക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവർ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ ആയിരിക്കാം. എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും നിങ്ങളോട്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ തന്നെ ഇവരുടെ കണ്ണിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവർ എത്രമാത്രം സത്യമാണ് പറയുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണോ മനസ്സിൽ വിചാരിച്ച് വെച്ചെന്ന് ഇവരെക്കുറിച്ച് അതെല്ലാം മാറി നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് ബന്ധം പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ പഴയ പോലെ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇവരോട് ഉണ്ടാവത്തില്ല. പക്ഷെ പതുക്കെ പതുക്കെ ഇവരോട് ട്രസ്റ്റ് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ബന്ധങ്ങളിൽ ഒരു ബൗണ്ടറി സെറ്റാക്കി തന്നെ വയ്ക്കണം നിങ്ങൾ. എങ്കിലേ വീണ്ടും ഇങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങളുടെ കൂടെ ആരും ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.